ഡീകമ്പോസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എപ്പോഴാണ് ഡീകമ്പോസിബിൾ ആവുന്നതെന്നാണ്. ഓക്കെ, we call an optimization problem means maximization or minimization problem decomposable if it can be solved by recursive optimization through n stages, at each stage optimization being done over one decision variable. ഓക്കെ, ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തെ ഡീകമ്പോസിബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് റിക്കർസീവ് ഒപ്റ്റിമൈസേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം, നമ്മൾ ഇതുവരെ കണ്ട പ്രോബ്ലംസ് എല്ലാം കണ്ടായിരുന്നു, നമ്മൾ ആ റിക്കർസീവ് ഫോമിൽ വെച്ചിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നത്. സോ ഒരു റിക്കർസീവ് ഫോമിൽ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഡീകമ്പോസിബിൾ എന്ന് പറയുന്നത്. റിക്കർസീവ് ഒപ്റ്റിമൈസേഷൻ ത്രൂ എത്ര സ്റ്റേജസ്, n സ്റ്റേജസ് ഉള്ളൊരു റിക്കർസീവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആക്കി അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഒപ്റ്റിമൈസേഷൻ ബീയിങ് ഡൺ ഓവർ വൺ ഡെസിഷൻ വേരിയബിൾ. നമ്മുടെ റിക്കർസീവ് ഫോമുലയിൽ നോക്കിയാൽ അറിയാം, ഓരോ ഫോമുലയ്ക്കകത്ത് നമ്മൾ ഒരു ഡെസിഷൻ വേരിയബിളിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളൂ, മാക്സിമൈസ് അഥവാ മിനിമൈസ് ചെയ്യുന്നുള്ളൂ. f1 ഓഫ് x1 എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർ മിനിമം ഓവർ u1 ആണ്. അതേപോലെ f2 ഓഫ് x2 നമ്മൾ എഴുതാൻ നേരത്ത് മാക്സിമൈസ് ഓർ മിനിമൈസ് u2 ആണ്. സോ ഓരോ സ്റ്റെപ്പിലും ഓരോ ഡെസിഷൻ വേരിയബിളിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനത്തെ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഡീകമ്പോസിബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ n സ്റ്റേജസ് ഉള്ള റിക്കർസീവ് ഫോമുല വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കണം. അറ്റ് ഈച്ച് സ്റ്റേജ് ഒരു ഡെസിഷൻ വേരിയബിൾ മാത്രമേ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളൂ. In mathematical terms, the equation fj of xj is equal to minimum or maximum uj, fj composition fj minus 1 of xj minus 1, j varies from 2 to n if valid, indicates decomposability. So ഈ റിക്കർസീവ് റിലേഷൻ വാലിഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഡീകമ്പോസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ പറയുക നോക്കുക. The function f of xy is said to be monotonic non-decreasing function of y for all feasible values of x if y1 y2 implies f of x y1 greater than or equal to f of x y2 for every feasible value of x. മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷനാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ആകണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ y1 ഗ്രേറ്റർ ദാൻ y2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് y2 ആയിരിക്കണം. ഈ എക്സ് എന്ന് പറയുന്നത് എക്സിന് എടുക്കാവുന്ന എല്ലാ വാല്യൂസും എടുക്കാം. ആ ഇൻ്റർവെൽ, ഏത് ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ ഇൻ്റർവെൽ ഏത് വാല്യൂ വേണമെങ്കിലും എക്സിന് എടുക്കാം. എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, y1 ഗ്രേറ്റർ ദാൻ y2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് y2 ഫോർ എവറി ഫീസിബിൾ വാല്യൂ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ മോണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് സെഡ് ടു ബി മോണോട്ടോണിക് നോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇഫ് വൈ. ഇനി മോണോട്ടോണിക് നോൺ ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ, y1 ഗ്രേറ്റർ ദാൻ y2 ഇംപ്ലൈസ്. ഇവിടെ y1 ഗ്രേറ്റർ ദാൻ y2 ആയിരുന്നപ്പോൾ എന്തായിരുന്നു, സെയിം ഇനീക്വാളിറ്റി തന്നെയായിരുന്നു ഇവിടെ വന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എന്നാൽ ഇവിടെ തിരിച്ചു വരും, എഫ് ഓഫ് എക്സ് y1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് y2 ഫോർ എവറി ഫീസിബിൾ എക്സ്. ഓക്കെ, നെക്സ്റ്റ് തിയറം. Theorem 1. In a serial two-stage minimization or maximization problem, if first condition, the objective function phi2 is a separable function of stage returns f1 of x1 u1 and f2 of x2 u2, and phi2 is a monotonic non-decreasing function of f1 for every feasible value of f2, then the problem is decomposable. Okay, ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എപ്പോഴാണ് ഡീകമ്പോസിബിൾ ആകുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിനിമൈസേഷൻ ഓർ മാക്സിമൈസേഷൻ പ്രോബ്ലം ഏത് വേണമെങ്കിലാകാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു 2 സ്റ്റേജ് പ്രോബ്ലം ആണ്. ദാറ്റ് മീൻസ് n ഈസ് ഈക്വൽ ടു 2 ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആയിരിക്കും. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi2, നമ്മുടെ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് അഥവാ മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ phi2 സെപ്പറബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. സെപ്പറബിൾ ഫംഗ്ഷൻ ഓഫ് f1 ആൻഡ് f2 ആയിരിക്കണം. അതേപോലെ phi2നെ നമ്മൾ f2 കോമ്പസിഷൻ f1 എന്ന് എഴുതുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി എ സെപ്പറബിളും ആയിരിക്കണം. ഓക്കെ, phi2 ഈസ് എ മോണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 ഫോർ എവറി ഫീസിബിൾ വാല്യൂ ഓഫ് f2. അതേപോലെ phi2 എന്ന് പറയുന്നത് മോണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷനും കൂടെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഒരു 2 സ്റ്റേജ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആവാൻ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi2 എന്ന് പറയുന്നത് സെപ്പറബിളും ആയിരിക്കണം. കൂടാതെ phi2 എന്ന് പറയുന്നത് മോണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷനും ആണെങ്കിൽ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
വിഷ്വൽ പ്രൂഫ് നോക്കാം. വിഷ്വൽ പ്രൂഫ് ദ തിയറം ഫോർ മിനിമൈസേഷൻ കേസ്. ഓക്കെ, ആ മിനിമൈസേഷൻ കേസിലാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദ പ്രൂഫ് വിൽ ബി സിമിലർ ഇൻ ദ കേസ് ഓഫ് മാക്സിമൈസേഷൻ. ഗിവൺ n ഈസ് ഈക്വൽ ടു 2. ഇതൊരു 2 സ്റ്റേജ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഗിവൺ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ φ2 ഈസ് സെപ്പറബിൾ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ φ2 സെപ്പറബിൾ ആണെന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് കണ്ടീഷൻ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? φ2 ഈസ് ഈക്വൽ ടു f2 കോമ്പോസിഷൻ φ1 എന്ന് എഴുതാം. ആൻഡ് φ1 എന്ന് എഴുതാം f1. ദാറ്റ് ഈസ് എന്ത് എഴുതാം? φ2 ഈസ് ഈക്വൽ ടു f2 കോമ്പോസിഷൻ f1 ആൻഡ് φ1 ഈസ് ഈക്വൽ ടു f1. ആസ് ഇൻ ദ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം വി ഹാവ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണ്. പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം റിക്കർസീവ് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ റിക്കർസീവ് ഇക്വേഷൻ ഈ പ്രോബ്ലത്തിൻ്റെ കേസിൽ ഹോൾഡ് ചെയ്യും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ആസ് ഇൻ എ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം വി ഹാവ് f2 ഓഫ് x2. f2 ഓഫ് x2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിഫൈൻ ചെയ്തപ്പോൾ f2 ഓഫ് x2 അഥവാ fn ഓഫ് xn എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? സെപ്പറബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യം എഴുതുന്നത്? fn ഓഫ് xn എന്ന് പറയുന്നത് മിനിമം ഓഫ് u1 u2 എക്സെട്ര un φn ഓഫ് xn un f2 ഓഫ് x2നെ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ മാക്സിമം എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ f2 ഓഫ് x2 ആണ് ഫൈനൽ സ്റ്റേജ്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മിനിമം ഓഫ് സെപ്പറബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ സീരിയൽ മൾട്ടി സ്റ്റേജ് പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ ആ കൺസെപ്റ്റിനകത്ത് എഴുതിയ പോലെയാണ് ഇവിടെ എഴുതുന്നത്. മിനിമം ഓഫ് u1 u2 φ2 ഓഫ് x2 u2 u1. f2 ആയതുകൊണ്ടാണ് ഇവിടെ φ2 വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി φ2 എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം? f2 കോമ്പോസിഷൻ f1 എന്ന് എഴുതാം. സോ അത് ഉപയോഗിച്ച് ഞാൻ അതിനെ മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് u1 u2 f2 ഓഫ് x2 u2 കോമ്പോസിഷൻ f1 ഓഫ് x1 u1. നെക്സ്റ്റ് ഈ f1 ഓഫ് x1 u1 എന്നുള്ളതിനെ ഈ x1 എന്ന് പറയുന്ന സ്റ്റേജ് എങ്ങനെയായിരുന്നു? t2 ഓഫ് x2 u2. u2 എന്ന് പറയുന്ന ഡെസിഷൻ x2ൽ അപ്ലൈ ചെയ്തപ്പോഴാണ് x1 എന്ന് പറയുന്ന സ്റ്റേജ് ഇടുന്നത്. നമുക്കറിയാം xnൽ un എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് xn-1 എന്ന് പറയുന്ന സ്റ്റേജ് കിട്ടുക. xnൽ un എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്തപ്പോഴാണ് xn-1 സ്റ്റേജ് കിട്ടുക. സോ x2ൽ u2 എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് x1 എന്ന് പറയുന്ന സ്റ്റേജ് കിട്ടുക. സോ ഈ x1നെ മാറ്റി എനിക്ക് എങ്ങനെ എഴുതാം? x2 u2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് മിനിമം ഓഫ് u1 u2 f2 ഓഫ് x2 കോമ്പോസിഷൻ f1 ഓഫ് ഈ x1 എന്ന് പറയുന്ന സ്റ്റേജ് എങ്ങനെയാണ് കിട്ടുന്നത്? x2ൽ u2 എന്ന് പറയുന്ന ഡെസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. സോ x2 u2 u1 എന്ന് കിട്ടും. നൗ ഇനി ഓക്കെ, f2 x2 എങ്ങനെ കിട്ടെ? ഇനി f1 ഓഫ് x1നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? f1 ഓഫ് x1 ഈസ് മിനിമം ഓഫ് u1 f1 ഓഫ് x1 u1. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് u1. അതുപോലെ x1നെ മാറ്റി എനിക്ക് എങ്ങനെ എഴുതാം? x2 u2 u1. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ f2 ഡാഷ് ഓഫ് x2 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണ്. f2 ഡാഷ് ഓഫ് x2 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മിനിമം ഓഫ് u2 f2 ഓഫ് x2 u2 കോമ്പോസിഷൻ ക്യാപിറ്റൽ f1 x1. ഇപ്പം ഞാൻ ഈ f2 ഡാഷ് ഓഫ് x2 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ, മിനിമം ഓഫ് u2 f2 ഓഫ് x2 കോമ്പോസിഷൻ f1 ഓഫ് x1. നമ്മൾ റിക്കർസീവ് ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ നമുക്ക് f2 ഓഫ് x2യുടെ ഫോമുലയാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. റിക്കർസീവ് റിലേഷൻ വെച്ചുള്ള f2 ഓഫ് x2ൻ്റെ ഫോമുലയെ ഞാൻ f2 ഡാഷ് ഓഫ് x2 എന്ന് ജസ്റ്റ് വിളിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മളിവിടെ f2 ഓഫ് x2 എഴുതി വെച്ചിട്ടുണ്ട് സെപ്പറബിൾ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട്. സോ f2 ഓഫ് x2 ഈസ് ഈക്വൽ ടു ഈ f2 ഡാഷ് ഓഫ് x2 ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാധനമാണെന്ന് പ്രൂവ് ചെയ്താൽ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആവും. ഓക്കെ, ദാറ്റ് മീൻസ് ഐ ഹാവ് ടു പ്രൂവ് f2 ഓഫ് x2 ഈസ് സെയിം ആസ് f2 ഡാഷ് ഓഫ് x2. അതിനുവേണ്ടിയാണ് ഞാൻ f2 ഡാഷ് ഓഫ് x2 എന്ന് പറയുന്നത് ആ റിക്കർസീവ് ഇക്വേഷനിലെ ആ ഫോമുല ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ f1 ഓഫ് x1 എന്ന് പറയുന്നതിനെ മാറ്റി എനിക്ക് എന്ത് കൊടുക്കാം? f1 ഓഫ് x1 ഞാൻ മേളിൽ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മിനിമം ഓഫ് u2 f2 ഓഫ് x2 കോമ്പോസിഷൻ f1 ഓഫ് x1 പകരം മിനിമം ഓഫ് f1 x2 u2 u1 എന്ന് കൊടുക്കുന്നു. കമ്പയറിങ് 2 ആൻഡ് 5. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്ന ഈ ഇക്വേഷനും 5ഉം കൂടെ ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരേ ഒരു വ്യത്യാസം? ഇവിടെ f1 ഓഫ് x2 u2 u1ഉം ഇവിടെ മിനിമം ഓഫ് u1 f1 ഓഫ് x2 u2 u1 എന്നും. സോ ഇത് രണ്ടിൽ ഏതായിരിക്കും ഗ്രേറ്റർ അല്ലെങ്കിൽ സ്മോളർ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷൻസ് മിനിമം മൊത്തത്തിലാണ് മിനിമം എടുത്തിരിക്കുന്നത്, മിനിമം ഓഫ് u1 u2. സോ അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനിലും u1ൻ്റെ u2ൻ്റെ മിനിമം വാല്യൂസ് എടുത്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ എടുക്കുക. എന്നാൽ ഈ ഇക്വേഷൻ നമ്പർ 5ലാണെങ്കിൽ നമ്മളിവിടെ ഇതിനകത്ത് മിനിമം വരുന്നുണ്ട്. സോ ഈ പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത്, സോ ഈ മിനിമം ഓഫ് u1 f1 ഓഫ് x2 u2 u1 എടുക്കാൻ നേരത്ത് ഇവിടെ മിനിമം ഓഫ് u1, സോ u1ൻ്റെ മിനിമം വാല്യൂ എടുക്കും, ബട്ട് u2ൻ്റെ വേണേൽ മാക്സിമം വാല്യൂ എനിക്ക് അവിടെ ഇടാം. ഓക്കെ,
സോ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ u2ൻ്റെ മാക്സിമം വാല്യൂ കിട്ടും ഇവിടെ കണ്ടുപിടിക്കാം. അതിനുശേഷം മിനിമം എടുക്കാൻ നേരത്ത് ഈ ഫംഗ്ഷനിൽ വരുമ്പോഴേ u2ൻ്റെ മിനിമം വാല്യൂ ഇടുന്നുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് u2ൻ്റെ മാക്സിമം വാല്യൂ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, കാരണം u1 മാത്രമേ ഇവിടെ മിനിമം ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്തെ ഈ വാല്യൂവിൽ. സോ അതുകൊണ്ട് മേ ബി f2' എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ ഗ്രേറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ എനിക്ക് u2ൻ്റെ മാക്സിമം വാല്യൂ ആണല്ലോ ഇടാം. പക്ഷേ ഈ u2നും u1ൻ്റെ മിനിമം വാല്യൂ ഇടാൻ സാധിക്കും. f2' എന്ന് പറയുന്നത് വേണമെങ്കിൽ ഗ്രേറ്റർ ആവും. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാം? f2' ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f2. ഓക്കെ, സോ f2' ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f2 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുന്നത്. എനിക്ക് f2'ഉം f2 ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. ഇനി അതിനു വേണ്ടി തിരിച്ചുള്ള ഇനീക്വാളിറ്റി കൂടി പ്രൂവ് ചെയ്യണം. f2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2'. അങ്ങനെ ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. ഇനി ലെറ്റസ് ഡിനോട്ട്. ഇനി ഈ ഇക്വേഷൻ നമ്പർ 5-നകത്ത് ഈ മിനിമം ഓഫ് u1 f1 x2 u2 u1 എന്നുള്ള ഈ ക്വാണ്ടിറ്റിയെ അതിന് പകരം ഞാനൊരു നൊട്ടേഷൻ കൊടുക്കുവാണ്. f1 ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജസ്റ്റ് ഈ മിനിമം ഓഫ് ഈ ക്വാണ്ടിറ്റിക്ക് ഒരു നൊട്ടേഷനായിട്ടാണ് ഇതിനെ ഇങ്ങനെ എഴുതുന്നത്. f1 ഓഫ് x2 u2 u1 നോട്ട്. ദെൻ f1 ഓഫ് x2 u2 u1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f1 ഓഫ് x2 u2 u1 നോട്ട്. f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് ഈ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ മിനിമം അല്ലാതെ ജസ്റ്റ് ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? ഇത് ഗ്രേറ്റർ ആയിരിക്കും. f1 ഓഫ് x2 u2 u1 എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? f1 ഓഫ് x2 u2 u1. കാരണം ഈ ക്വാണ്ടിറ്റിയുടെ മിനിമം വാല്യൂ ആയിട്ടാണ് ഞാൻ ഇതിനെ വിളിച്ചിരിക്കുന്നത്. സോ മിനിമം വാല്യൂ അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരുന്നത് ഇവിടെ. സിൻസ് ഗിവൺ ദാറ്റ് φ2 ഈസ് എ മൊണോട്ടോണിക് ഇനി φ2 മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതെടുക്കാൻ പോവാണ്. ഈസ് എ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1. ഇക്വേഷൻ 8 എന്ന് പറയുന്നത് നമുക്കറിയാം φ2 ഈസ് എ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1 തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? f1ൻ്റെ കേസിൽ ഒരു ഫംഗ്ഷൻ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ആണെങ്കിൽ y1 ഗ്രേറ്റർ ദാൻ y2 ആണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ y1 ലെസ് ദാൻ y2 ആണെങ്കിൽ f ഓഫ് x y1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x y2 എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് പറയാം? ഇവിടെ φ2 ഈസ് എ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് f1. ദാറ്റ് മീൻസ് f1 കേസിൽ ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന പോയിൻറ്റ്സിലെല്ലാം φ2നും സെയിം ഇനീക്വാളിറ്റി തന്നെ ഹോൾഡ് ചെയ്യും, സിൻസ് ഇറ്റ് ഈസ് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ്. സോ f1-ൽ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? x2 u2 u1. അങ്ങനെ ആണെങ്കിൽ φ2നും സെയിം ഇനീക്വാളിറ്റി തന്നെ ഹോൾഡ് ചെയ്യും. സോ അതാണ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? φ2 ഓഫ് x2 u2 u1 നോട്ട് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് φ2 ഓഫ് x2 u2 u1 നോട്ട് ഞാൻ ആദ്യം എഴുതുവാണെങ്കിൽ ഈ ഇനീക്വാളിറ്റി എനിക്ക് എങ്ങനെ എഴുതാം? φ2 ഓഫ് x2 u2 u1 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു φ2 ഓഫ് x2 u2 u1. സിൻസ് ദിസ് ഇനീക്വാളിറ്റി ഹോൾഡ്സ് ഫോർ എവറി u1 ഇറ്റ് ഓൾസോ ഹോൾഡ്സ് ഫോർ മിനിമം വാല്യൂ ഓഫ് u1. ഈ ഇനീക്വാളിറ്റി എല്ലാ u1 ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ u1 ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിനിമം വാല്യൂ ഓഫ് u1 ഇത് ഹോൾഡ് ചെയ്യും. സോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ മിനിമം ഞാൻ എടുക്കുവാണ്. ദസ് φ2 ഓഫ് x2 u2 u1 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന് പകരം ഇതിൻ്റെ മിനിമം വാല്യൂ മിനിമം ഓഫ് u1 φ2 ഓഫ് x2 u2 u1. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 5 എന്ന് പറയുന്ന ഇക്വേഷൻ f2' ഓഫ് x2 ഈ ഇക്വേഷൻ തന്നെ ഞാനിവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. സോ അതുപോലെ എടുത്തെഴുതി. ഇതിനകത്ത് ഈ മിനിമം ഓഫ് u1 f1 ഓഫ് x2 u2 u1 എന്ന് പറയുന്നതിനാണ് ഞാൻ f1 ഓഫ് x2 u2 u1 നോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 7 ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു f2 കോമ്പസിഷൻ f1 എന്ന് പറയുന്നതിന് എനിക്ക് എന്ത് കൊടുക്കാം? φ2 എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? മിനിമം ഓഫ് u2 φ2 ഓഫ് x2 u2 u1 നോട്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇക്വേഷൻ 1 and 2-ൽ നിന്നാണ് നമ്മളത് എഴുതുന്നത്. ഇക്വേഷൻ 1 നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നു, മിനിമം ഓഫ് u1 u2 φ2 ഓഫ് x2 u2 u1. അതിന് f2 ഓഫ് x2 u2 കോമ്പസിഷൻ f2 ഓഫ് x2 u2 u1. ഇവിടെ φ2 ഓഫ് x2 u2 u1 നോട്ട് വരാൻ നേരത്ത് എന്ത് വരും? ഇവിടെ f1ൻ്റെ കൂടിയാണ് u1 വരുന്നത്. ആ u1ൻ്റെ അവിടെ നമ്മളൊരു u1 നോട്ടെന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ മിനിമം ഓഫ് u1 നമ്പർ 1-ലുള്ളതുകൊണ്ട് ഇവിടെ ഇക്വേഷൻ നമ്പർ 3-ലും അത് തന്നെയുണ്ട്. സോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സെയിം തന്നെയാണ്. അതിനെ മാറ്റി എനിക്കിവിടെ മിനിമം ഓഫ് u2 മാത്രമേ ഉള്ളൂ. സോ മിനിമം ഓഫ് u2 ഇവിടെ x2 u2 ഇവിടെ വരുമ്പോൾ u1 നോട്ട് ഉണ്ട്, അതുകൊണ്ട് φ2 ഓഫ് x2 u2 u1 നോട്ട് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി φ2 ഓഫ് x2 u2 u1 നോട്ട് ഇനീക്വാളിറ്റി 9 എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുക. φ2 ഓഫ് x2 u2 u1 നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് u1. സോ φ2 ഓഫ് x2 u2 u1 നോട്ടിന് പകരം മിനിമം ഓഫ് u1 അത് കൊടുക്കുന്നു. മിനിമം ഓഫ് u2 അതുപോലെ തന്നെയുണ്ട്. ഓക്കെ,
ഇനി മിനിമം ഓഫ് u2 മിനിമം ഓഫ് u1 എന്നുള്ളതിനെ എനിക്ക് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എങ്ങനെ എഴുതാം? മിനിമം ഓഫ് u1 u2 phi 2 ഓഫ് x2 u2 u1 എന്ന് പറയുന്നത് എന്താണ്? f2 ഓഫ് x2 ആണ്. ഇക്വേഷൻ 1 നോക്കിയാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി? f2 ഡാഷ് ഓഫ് x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f2 ഓഫ് x2 എന്ന് കിട്ടി. നമ്മൾ ഇക്വേഷൻ നമ്പർ 6 പ്രൂവ് ചെയ്ത് f2 ഡാഷ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f2 ഓഫ് x2 എന്നാണ്. സോ ഫ്രം ഇക്വേഷൻ 6 and 10 എന്ത് പറയാം? f2 ഓഫ് x2 ഈസ് ഈക്വൽ ടു f2 ഡാഷ് ഓഫ് x2 എന്ന് പറയാം. ദാറ്റ് ഈസ് f2 ഓഫ് x2 ഈസ് ഈക്വൽ ടു f2 ഡാഷ് ഓഫ് x2 ബൈ ഇക്വേഷൻ നമ്പർ 4 എന്തായിരുന്നു? മിനിമം ഓഫ് u2 f2 കോമ്പസിഷൻ ക്യാപിറ്റൽ f1 ഓഫ് x1. ദി ഇക്വേഷൻസ് 3 and 11 വിച്ച് ആർ ഗിവൺ ബൈ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് f1 ഓഫ് x1 ആണ്. f1 ഓഫ് x1 ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് u1 f1 ആൻഡ് ഇക്വേഷൻ നമ്പർ 11 f2 ഓഫ് x2 ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് u2 f2 കോമ്പസിഷൻ ക്യാപിറ്റൽ f1 ഓഫ് x1. എന്താണ്? ഇതാണ് ടു സ്റ്റേജുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ റിക്കഴ്സീവ് ഫോർമുല. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി ഈ പ്രോബ്ലം. സെപ്പറബിളും നോൺ മോണോട്ടോണിക് നോൺ ഡിക്രീസിംഗ് എന്ന് പറയുന്ന കണ്ടീഷനും അപ്ലൈ ചെയ്തപ്പോൾ. സോ ദീസ് ഫോർമുലാസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിക്കഴ്സീവ് ഇക്വേഷൻസ് ഓഫ് ദി ഗിവൺ മിനിമൈസേഷൻ പ്രോബ്ലം ഫോർ n ഈക്വൽ ടു 2. ഹെൻസ് ദ മിനിമൈസേഷൻ പ്രോബ്ലം ഈസ് ഡീകമ്പോസിബിൾ. അതുകൊണ്ട് മിനിമൈസേഷൻ പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണ്. നെക്സ്റ്റ് തിയറം 2. ഇഫ് ദ റിയൽ വാല്യൂഡ് റിട്ടേൺ ഫംഗ്ഷൻ phi n ഓഫ് fn fn-1 ഈ ടു സ്റ്റേജുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ് കണ്ടത്. ഇനി n സ്റ്റേജുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിലും ഇതേ തിയറം ഹോൾഡ് ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഡീകമ്പോസിബിൾ ആയിരിക്കും എന്നാണ് തിയറം 2 പറയുന്നത്. ഇഫ് ദ റിയൽ വാല്യൂഡ് റിട്ടേൺ ഫംഗ്ഷൻ phi n ഓഫ് fn fn-1 എക്സെട്ര satisfies first condition, the condition of separability, that is phi n of fn fn-1 etc. f1 is equal to fn composition phi n-1 where phi n അതായത് separability phi n-1 of fn-1 etc. f1 is real valued, and second condition phi n is monotonic non-decreasing function of phi n-1 for every fn. Okay, then നമുക്ക് എന്ത് പറയാം? phi n is decomposable. Okay, that is എന്താണ് ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് മിനിമം ഓഫ് un എക്സെട്ര u1 phi n ഈസ് ഈക്വൽ ടു അതിനെ എങ്ങനെ മാറ്റി എഴുതാം? മിനിമം ഓഫ് un fn കോമ്പസിഷൻ മിനിമം ഓഫ് phi n-1. ഈ മിനിമം ഓഫ് phi n-1 ആണ് നമ്മൾ ക്യാപിറ്റൽ fn-1 കൊടുക്കാറ്. ഓക്കെ, നോട്ട് 1. തിയറം 2 ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് തിയറം 1 ടു ആൻ എൻ സ്റ്റേജ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. തന്നെ നേരത്തെ പറഞ്ഞത് രണ്ട് സ്റ്റേജിലുള്ളൊരു പ്രോബ്ലത്തെ എൻ സ്റ്റേജിലേക്ക്, ഇതിൻ്റെ പ്രൂഫ് നമുക്കില്ല, എൻ സ്റ്റേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. Treating n-1 to 1 as a single stage, theorem 2 is a direct consequence of theorem 1 and needs no proof. അതായത് നമ്മളിവിടെ n-1 ഈ fn-1 to f1 ഇത്രയും -1 സ്റ്റേജിന് പകരം അതിനെ ഒരു സിംഗിൾ സ്റ്റേജായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാകും? ഈ തിയറം 2 എന്ന് പറയുന്നത് തിയറം 1 തന്നെയായി മാറും. സോ അതിന് വേറെ പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നോട്ട് 2. The above theorems indicate that monotonicity is a sufficient condition for decomposability. അതായത് ഈ രണ്ട് തിയറംസിലും എന്താണ് പറയുന്നത്? മൊണോട്ടോണിസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറബിലിറ്റിയും വേണം, കൂടാതെ മൊണോട്ടോണിസിറ്റിയും ഹോൾഡ് ചെയ്താൽ ആ പ്രോബ്ലംസ് ഡീകമ്പോസിബിൾ ആയിരിക്കും. എന്നാൽ ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ദാറ്റ് ഈസ് ദ മൊണോട്ടോണിസിറ്റി കണ്ടീഷൻ ഈസ് നോട്ട് നെസസറി ഫോർ ഡീകമ്പോസിബിലിറ്റി. ദാറ്റ് മീൻസ് എന്താണ്? ഈവൻ ഇഫ് ദ പ്രോബ്ലം ഈസ് ഡീകമ്പോസിബിൾ, മൊണോട്ടോണിസിറ്റി മേ നോട്ട് ഹോൾഡ്. പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണെന്ന് ഹോൾഡ് ചെയ്താൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? പ്രോബ്ലം ഡീകമ്പോസിബിൾ ആയിരിക്കും. തിരിച്ച് ഡീകമ്പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ മൊണോട്ടോണിസിറ്റി ഹോൾഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ നോട്ട് 2-ൻ്റെ ഒരു എക്സാമ്പിൾ. മാക്സിമൈസ് phi 2 is equal to f2 f1 where f1 is equal to u1, f2 is equal to u2 subject to 1 less than or equal to u1 less than or equal to 3 minus 1 less than or equal to u2 less than or equal to 1. By observation, we get maximum phi 2 is equal to 3 which is obtained from u1 is equal to 3 and u2 is equal to 1. നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം phi 2 എന്ന് പറഞ്ഞാൽ എന്താണ്? f2 f1 അതായത് u2 u1. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് u1 3യും u2 1 എടുക്കുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് 3 എന്ന് കിട്ടും. അതായിരിക്കും മാക്സിമം വാല്യൂ. അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബൗണ്ടറി വാല്യൂസിൽ മാത്രം നോക്കിയാൽ മതി. അവിടെ u1ൻ്റെ വേരിയേഷൻ u2ൻ്റെ വേരിയേഷൻ, സോ ഓരോ ബൗണ്ടറീസ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. സോ u2 u1 കണ്ടുപിടിക്കുന്നു എല്ലായിടത്തും. അതിൻ്റെ മാക്സിമം വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വന്നിരിക്കുന്ന വാല്യൂ 3 ആണ്. അങ്ങനെയാണ് നമുക്ക് ബൈ ഒബ്സർവേഷൻ മാക്സിമം വാല്യൂ കിട്ടുക. ഇനി ഡൈനാമിക് പ്രോഗ്രാം അതുവഴി ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുകയാണ്. ക്യാപിറ്റൽ f1 ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം u1 f1 എന്ന് പറഞ്ഞാൽ u1. സോ മാക്സിമം u1 1 ലെസ് താൻ ഓർ ഈക്വൽ ടു u1 ലെസ് താൻ ഓർ ഈക്വൽ ടു 3 ആണ്. സോ മാക്സിമം വാല്യൂ ഓഫ് u1 എന്ന് പറയുന്നത് 3 കിട്ടും. f2 ഓഫ് x2 എന്ന് പറയുന്നത് ബൈ റിക്കർസീവ് റിലേഷൻ എന്താണ്? മാക്സിമം u2 f2 കോമ്പസിഷൻ
F1 of x1. ഇവിടെ കോമ്പസിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് ഞാൻ F2 ഇൻറ്റു F1 ഓഫ് x1 എഴുതിയത്. കാരണം എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. F2 F1 ദാറ്റ് ഈസ് U2 U1. ഓക്കെ, സോ F1 ഓഫ് x1ൻ്റെ വാല്യൂ ഞാൻ അവിടെ കൊടുക്കുന്നു 3 ആണ്. സോ മാക്സിമം U2 3 F2 എന്ന് പറഞ്ഞാൽ എന്താണ്, F2 ഈസ് ഈക്വൽ ടു U2 ആണ്. സോ 3 U2 എന്ന് കിട്ടും. ഓക്കെ, സോ മാക്സിമം U2 എന്താണ്, മാക്സിമം U2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അവിടെ U2 എന്ന് പറയുന്ന റേഞ്ച് എന്തായിരുന്നു, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു U2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ U2 എടുക്കുന്ന മാക്സിമം വാല്യൂ 1 ആണ്. സോ 3 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. പ്ലസ് നമ്മൾ ഒബ്സർവേഷൻ വഴി നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂവും 3 ആയിരുന്നു. മാക്സിമം വാല്യൂ പ്രോഗ്രാമിംഗ് മെത്തേഡ് വഴി സോൾവ് ചെയ്തപ്പോഴും 3 തന്നെ കിട്ടും. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ കറക്റ്റ് ആൻസർ തന്നെ കിട്ടുന്നത്. Thus by dynamic programming method we get the correct answer. ഇനി എന്നാൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, റിക്കർസീവ് റിലേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ പ്രോബ്ലം ഈസ് ഡീകമ്പോസിബിൾ ആണ് ഇവിടെ. ഓക്കെ, പ്രോബ്ലം ഡീകമ്പോസിബിൾ ആണ്, എന്നാൽ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ല ഇത്. ഓക്കെ, ബട്ട് phi2 ഈസ് നോട്ട് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫോർ എവറി വാല്യൂ ഓഫ് F2. ഓക്കെ, കാരണം എന്താ, ബിക്കോസ് ഫോർ F2 നെഗറ്റീവ് ആകുന്ന വാല്യൂസിൽ phi2 ഡിക്രീസസ് ആസ് F1 ഇൻക്രീസസ്. phi2 മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഫോർ എവറി വാല്യൂ ഓഫ് F2 എന്തായിരുന്നു, phi2 ഡിക്രീസ് ചെയ്യുമ്പം എന്താണ്, നമ്മുടെ ഈ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഇവിടെ പറയുന്ന കണ്ടീഷൻ, ഓക്കെ, phi2 decreases as because for negative values of F2 phi2 decreases as F1 increases. Monotonic non decreasing ആയിരുന്നെന്നുണ്ടെങ്കിൽ phi2 decreases as എന്താണ്, F1 decreases ആയിരുന്നേനെ. അതായത് phi2 ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ F1ഉം ഡിക്രീസ് ചെയ്യണം, സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. phi2 ഇൻക്രീസ് ചെയ്താൽ F1 ഇൻക്രീസ് ചെയ്താൽ phi2ഉം ഇൻക്രീസ് ചെയ്യണം, F1 ഡിക്രീസ് ചെയ്താൽ phi2ഉം ഡിക്രീസ് ചെയ്യണം. എന്നാൽ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഓഫ് F2 എടുക്കാൻ നേരത്ത് F1 ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് phi2 പോകുന്നത്, phi2 ഡിക്രീസ് ചെയ്യുക. സോ ഇതൊരു മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആകില്ല. ഓക്കെ, അതെന്താണ്, എന്തുകൊണ്ടാണ് phi2 ഡിക്രീസസ് ആസ് F1 ഇൻക്രീസസ് എന്ന് പറയുന്നതെന്ന് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് phi2 എ മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് F1 ഫോർ എവറി വാല്യൂ ഓഫ് F2 വി മസ്റ്റ് ഹാവ് ആസ് F1 ഇൻക്രീസസ് phi2 ഷുഡ് ഓൾസോ ഇൻക്രീസ്. മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ F1 ഇൻക്രീസ് ചെയ്യുമ്പോൾ phi2 എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. എന്നാൽ ഇവിടെ phi2 ഡിക്രീസ് ചെയ്യുവാണ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് F2ന്, അത് നോക്കാം. ബട്ട് ഹിയർ ഫോർ നെഗറ്റീവ് F2 ദാറ്റ് ഈസ് F2 ഈസ് ഈക്വൽ ടു U2 ആണ്. ടേക്സ് വാല്യൂസ് ഫ്രം U2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുന്ന ഏതാണ്, U2ൻ്റെ ഇൻ്റർവൽ ഏതായിരുന്നു, -1 to 1 ആണ്. സോ -1 to 0 എന്ന് പറയുന്ന നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ, 0 വരെയുള്ള നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ ആസ് F1 ഇൻക്രീസസ്, F1 എന്ന് പറയുന്നത് എന്തായിരുന്നു, F1 ഈസ് ഈക്വൽ ടു U1 ടേക്സ് ദ വാല്യൂസ്, ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പം 1 to 3, U1ൻ്റെ റേഞ്ച് 1 to 3 ആണ്. സോ 1 to 3 എടുക്കുമ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യാണ്. phi2 എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും, F2 F1 ആണ്, ദാറ്റ് ഈസ് U2 U1. എന്നാൽ ഇവിടെ U2 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസാണ് എടുക്കുന്നത്. സോ എന്ത് കിട്ടും, ഇത് -U1 എന്ന് കിട്ടും. ആക്ച്വലി ഡയറക്റ്റ് -U1 എന്നല്ല, U2 നെഗറ്റീവ് ആയതുകൊണ്ട് ഇപ്പം -1ഉം 0യ്ക്കും ഇടയ്ക്കുള്ളൊരു നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്, മൈനസ് ആ നമ്പർ ഇൻറ്റു U1 എന്ന് കിട്ടുന്നത്. സോ നെഗറ്റീവ് U1 എന്ന് കിട്ടും. ഇത് ഡിക്രീസ് ചെയ്യുകയാണ്, കാരണം എന്താണ്, U1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്, ഇൻക്രീസസ് ഫ്രം 1 to 3. സോ അങ്ങനെ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് F2 ആസ് F1 ഇൻക്രീസസ് നമുക്ക് എന്ത് കിട്ടും, phi2 ഡിക്രീസസ്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, phi2 ഈസ് നോട്ട് മൊണോട്ടോണിക് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ. എന്നാൽ ഈ പ്രോബ്ലം ഡീകമ്പോസിബിളും ആണ്.